അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേരുമാറ്റ നടപടിയിൽ ചൈനയെ തള്ളി ഇന്ത്യ രംഗത്ത് പുതിയ പേര് നൽകിയതുകൊണ്ട് അരുണാചൽ ഇന്ത്യയുടെ ഭാഗമല്ലാതാകില്ല എന്ന വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് അരുണാചൽ പ്രദേശിലെ 30 സ്ഥലങ്ങൾക്ക് പുതിയ പേര് നൽകി ചൈന ലിസ്റ്റ് പുറത്തിറക്കിയത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, ഇന്ത്യൻ ഭൂമി കൈയടക്കാൻ പലവിധ ശ്രമങ്ങൾ ഏറെക്കാലമായി ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് അരുണാചൽ ഉൾപ്പെടെയുള്ള മേഖല ഈ പേര് നൽകിയത് കൊണ്ട് എന്ത് ഗുണമാണ് ചൈന അതിലൂടെ ഉദ്ദേശിക്കുന്നത്? എത്രത്തോളം ശക്തമായ നിലപാടാണ് രാജ്യം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി സ്വീകരിക്കുന്നത്? ആദ്യമായല്ല ഇത്തരത്തിലൊരു പ്രകോപനം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ നിരവധി പ്രദേശങ്ങളിലെ പേര് മാറ്റിക്കൊണ്ടുള്ള പട്ടിക ചൈന പുറത്തിറക്കുന്നു. ചൈനയുടെ തന്നെ ഔദ്യോഗികമായി പറയുകയാണെങ്കിൽ 4ാമത്തെ പട്ടികയാണ് അവർ സ്ഥലങ്ങളിലെ പേര് മാറ്റിക്കൊണ്ട് പുറത്തിറക്കുന്നത്. 30 ഇടങ്ങളിൽ പല മലകളുണ്ട്, നദികൾക്കുള്ളതെല്ലാം ചേർന്ന് അവർ ഇത്തരത്തിൽ പേര് മാറ്റി അവരുടെ ഒരു പട്ടികയെ ഔദ്യോഗികമായി പുറത്തിറക്കിയത്. ഇത് വലിയ രീതിയിൽ ഒരു വിമർശനം ഇന്ത്യ ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഉന്നയിക്കുന്നത് പേര് മാറ്റിയത് കൊണ്ട് അരുണാചൽ പ്രദേശ് ഇന്ത്യ ഭാഗമല്ലാതെ ആകുന്നില്ല. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന്റെ പ്രദേശത്തുള്ള ആ ഇടങ്ങളിലാണ് പേര് മാറ്റിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലൊരു പ്രകോപനമാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള വിമർശനം ഇന്ത്യ ഉന്നയിക്കുന്നുണ്ട്. ആ നടപടി പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വന്നത്. വലിയ രീതിയിൽ ജയശങ്കർ അടക്കം ചൈനയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പലതവണ ചൈനയുടെ അരുണാചലിലെ 30 സ്ഥലങ്ങൾക്ക് പുതിയ പേര് നൽകിയ ചൈനയുടെ നടപടിക്കെതിരെ ശക്തമായ നിലപാടാണ് നമ്മുടെ രാജ്യം സ്വീകരിക്കുന്നത്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.